തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുമാറ്റങ്ങളും ചേക്കേറലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ കൂടുമാറ്റം നടത്തിയത് കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷായിരുന്നു. തല മുണ്ടനം ചെയ്താണ് ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടത്. അവർ NCPയിലേക്ക് ചേക്കേറി. PC ചാക്കോ, KB തോമസ് തുടങ്ങിയവരൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി LDFിലേക്ക് അഭയം തേടിയ പ്രമുഖരാണ്. P സരിൻ ആധുനിക കാലത്ത്, വർത്തമാനകാലത്ത് കോൺഗ്രസ് വിട്ട് CPMലേക്ക് എത്തി. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 8 പേർ കോൺഗ്രസ് വിടുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഈ 8 പേർ നിസ്സാരക്കാരല്ല, കോൺഗ്രസിൻ്റെ ശക്തരായ വക്താക്കളാണ്. കോൺഗ്രസിൻ്റെ അനിശ്ചിതരായ നേതാക്കളാണ്. ആ 8 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പേര് പാലോട് രവിയാണ്. കോൺഗ്രസിൻ്റെ സംസ്കാര സാഹിതിയുടെ അധ്യക്ഷനും മുൻ DCC അധ്യക്ഷനും മുൻ നെടുമങ്ങാട് MLAയും ഒക്കെ ആയിരുന്നു പാലോട് രവി. പാലോട് രവി കോൺഗ്രസ് വിടും എന്ന സൂചന ശക്തമാണ്. ഏത് പാർട്ടിയിലേക്കാണ് പാലോട് രവി പോകുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. അദ്ദേഹം തൻ്റെ അടുത്ത അനുയായിയോട് ഫോണിൽ പറഞ്ഞ കാര്യം പുറത്തായതാണ് രാജിക്ക് കാരണം. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നാണ്. പാലോട് രവി കോൺഗ്രസിൽ അസ്വസ്ഥനാണ്. അദ്ദേഹം ഇടതുപക്ഷവുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതല്ല, NDAയിലേക്ക് പോകുന്നുവെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പാലോട് രവിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കാത്ത അവസ്ഥ വന്നാൽ, പാലോട് രവിയെ വീണ്ടും അവഗണിക്കുന്ന അവസ്ഥ വന്നാൽ പാലോട് രവി കോൺഗ്രസ് വിടും. രണ്ടാമത് പന്തളം സുധാകരനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കരുണാകരൻ മന്ത്രിയാക്കിയ പന്തളം സുധാകരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം അദമ്യമാണ്. അത് കോൺഗ്രസ് ഒരിക്കലും അനുവദിച്ച് കൊടുക്കത്തുമില്ല. ഈ സാഹചര്യത്തിൽ പന്തളം സുധാകരൻ സുരക്ഷിതമായ ഇടം തേടി അടുത്ത പാർട്ടിയിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. മൂന്നാമതായി വരുന്ന പേര് കേരളത്തിലെ സകല കോൺഗ്രസ്സുകാരെയും ഞെട്ടിക്കുന്ന പേരാണ് VS ശിവകുമാർ. VS ശിവകുമാർ ഇത്തവണ സ്ഥാനാർത്ഥി ആകില്ല. കൊല്ലം ജില്ലയുടെ ചുമതല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. VS ശിവകുമാർ BJPയുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. VS ശിവകുമാർ കോൺഗ്രസ് വിടാൻ തയ്യാറായി നിൽക്കുന്നു. അടുത്തത് പഴകുളം മധുവാണ്. KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പഴകുളം മധു. ആറന്മുളയും കോന്നിയും, ആറന്മുള അല്ലെങ്കിൽ കോന്നിയിൽ തനിക്ക് മത്സരിക്കണമെന്ന് പഴകുളം മധു കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല എന്നത് ഉറപ്പാണ്. പഴകുളം മധു കോൺഗ്രസ് വിടും എന്നുള്ളതും ഉറപ്പാണ്. ഏത് പാർട്ടിയിലേക്കാണ് ചേക്കേറുക എന്നതിനെ പറ്റിയുള്ള സംശയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അടുത്തത് KC അബു ആണ്. കോഴിക്കോടുള്ള കോൺഗ്രസിൻ്റെ മുഖം. വ്യത്യസ്തമായ സമരമാർഗങ്ങളിലൂടെ കോൺഗ്രസിനെ നയിച്ച KC അബു ഇപ്പോൾ ആകെ നിരാശനാണ്. കോഴിക്കോടുള്ള കോൺഗ്രസ്സുകാർക്ക് KC അബു ഒരു വികാരമാണ്. എന്തായാലും KC അബു കോൺഗ്രസ് വിടും ഇത്തവണ സീറ്റ് കൊടുത്തില്ലെങ്കിൽ. അദ്ദേഹം സീറ്റ് ചോദിച്ചിട്ടുണ്ട്. സീറ്റ് കർശനമായി വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കൊടുത്തില്ലെങ്കിൽ KC അബു കോൺഗ്രസ് വിടും. അടുത്തത് അരിത ബാബുവാണ്. അതും ഞെട്ടിക്കുന്ന ഒരു പേരാണ്. കായംകുളത്താണ് അരിത ബാബുവിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കായംകുളം തനിക്ക് വേണ്ടെന്നും അരൂരോ ചേർത്തലയോ താൻ മത്സരിക്കാമെന്നുമാണ് അരിത ബാബു പറഞ്ഞിരിക്കുന്നത്. കായംകുളം സീറ്റിൽ നിന്ന് മത്സരിച്ചാൽ തോൽക്കും എന്നുള്ള ഭയം അരിത ബാബുവിനുണ്ട്.
കഴിഞ്ഞ തവണ അരുതാ ബാബുവിന് വേണ്ടി PR ടീം തന്നെ പ്രവർത്തിച്ചു, നല്ലൊരു PR ടീം തന്നെ പ്രവർത്തിച്ചു. പാൽക്കാരി പെണ്ണെന്ന ഇമേജൊക്കെ അരുതാ ബാബുവിന് ഉണ്ടാക്കി കൊടുത്തു PR ടീം. പക്ഷേ ഫലം വന്നപ്പോൾ അരുതാ ബാബു വലിയ ഭൂരിപക്ഷത്തിൽ പ്രതിഭയോട് പരാജയപ്പെട്ടു. കായംകുളത്ത് ഇത്തവണ ജയിക്കാൻ പ്രയാസമാണെന്ന് അരുതാ ബാബുവിന് അറിയാം. അതുകൊണ്ട് അരൂരോ ചേർത്തലയോ മത്സരിക്കാനാണ് അവർക്ക് താല്പര്യം. പക്ഷേ ഈ 2 സീറ്റും കോൺഗ്രസ് അരുതയ്ക്ക് കൊടുക്കില്ല. ഈ സാഹചര്യത്തിൽ അരുതാ ബാബു കോൺഗ്രസ് വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് അവരുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. അടുത്തത് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ആണ്. ലാലി വിൻസെന്റ് കുറച്ചു കാലമായി കോൺഗ്രസിൽ കലാപമുണ്ടാക്കി നിൽക്കുകയാണ്. ആവശ്യപ്പെട്ട സീറ്റ് ലഭിക്കുന്നില്ല, ആവശ്യത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഭവം ലാലി വിൻസെന്റിന് ഉണ്ട്. പാതിവില തട്ടിപ്പ് കേസിലൊക്കെ പ്രതിയായി ലാലി വിൻസെന്റ്. അങ്ങനെ ലാലി വിൻസെന്റ് ഒരുപാട് എതിർ ഘടകങ്ങളുണ്ട്. ലാലി വിൻസെന്റ് കോൺഗ്രസ് വിടും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 8ാമതായി കോൺഗ്രസ് വിടാൻ പോകുന്നത് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് വിടും എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ നെറ്റി ചുളിച്ചേക്കാം. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് മത്സരിച്ചാൽ ജയിക്കും എന്നാണ് ബിന്ദു കൃഷ്ണ വാദിക്കുന്നത്. കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ബിന്ദു കൃഷ്ണ വലിയൊരു പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാക്കും. ബിന്ദു കൃഷ്ണയെ പോലെയുള്ള നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ VD സതീശൻ വിഭാഗം കരുക്കൾ നീക്കുന്നുണ്ട്. KC വേണുഗോപാലിലാണ് ബിന്ദു കൃഷ്ണയുടെ പ്രതീക്ഷ. KC വേണുഗോപാൽ ബിന്ദു കൃഷ്ണയോട് ആഭിമുഖ്യം പുലർത്തുന്ന നേതാവാണ്. അങ്ങനെ വരുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ കൃത്യമായി കോൺഗ്രസ് വിടും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കത്തിൽ അതിവേഗത്തിൽ കുതിച്ചു കയറിയ കോൺഗ്രസ് ഈ നേതാക്കളുടെ മനസ്ഥിതി അനുസരിച്ച് അല്പം പിന്നോട്ടാണ്. പാലോട് രവിയൊക്കെ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അധികാര രാഷ്ട്രീയത്തോട് ഇപ്പോഴും ഭ്രമമുണ്ട്. മാത്രമല്ല നെടുമങ്ങാട് മത്സരിക്കണമെന്ന അദമ്യമായ ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. VS ശിവകുമാർ കരുണാകരൻ്റെ വത്സല പുത്രനാണ്. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം MP ആയി, മന്ത്രിയായി, എല്ലാ സ്ഥാനമാനങ്ങളും കോൺഗ്രസിൽ നിന്ന് ലഭിച്ചു. പക്ഷേ കൊല്ലം ജില്ലയുടെ ചുമതല കൊടുത്ത് അദ്ദേഹത്തെ ഒതുക്കിയിരിക്കുകയാണ് സുനിൽ കനകുലു. സുനിൽ കനകുലുവിൻ്റെ തീരുമാനങ്ങൾ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അച്ചടക്കം കോൺഗ്രസിന് തീരെയില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും പാലോട് രവിയും പന്തളം സുധാകരനും VS ശിവകുമാറും പഴകുളം മധുവും KC അബുവും അഡ്വക്കേറ്റ് ലാലി വിൻസെന്റും ബിന്ദു കൃഷ്ണയും ഒക്കെ കോൺഗ്രസ് വിടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയല്ല. അവർ കരുത്തുറ്റ നേതാക്കളാണ്. അവരുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്.